a gummy bear. Yes, I'm a gummy bear. Oh, I'm every time I find a lucky gummy bear. I'm a jelly bear, 'cause I'm a gummy bear. Oh, I'm a moving, grooving, jamming, singing gummy bear. Oh yeah, gummy, 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 gummy bear. Gummy, 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 gummy bear. Pointing my dollar, Harry, pointing my dollar, Harry, pointing my dollar, Harry, Harry, pointing my dollar, Harry, pointing my dollar, Harry, pointing my dollar, Harry, Harry, I'm a gummy bear, yes I'm a gummy bear. Oh, me every time I find a lucky gummy bear. I'm a jelly bear, 'cause I'm a gummy bear. Oh, I'm a moving, grooving, jamming, singing gummy bear. Oh yeah. Gummy, gummy, gummy bear. Gummy, 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 gummy bear. And it's all doing my tea in my head. Yes, and it's all doing for me. Take a long around my baby. Gets all right. Oh, I'm a gummy bear. It's just not a gummy bear. Oh, I'm a yummy, tummy, bunny, lucky gummy bear. I'm a jelly bear, 'cause I'm a gummy bear. Oh, I'm a moving, grooving, jamming, singing gummy bear. Oh yeah, oh, 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 oh. Party, party, dee, 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 I'm a gummy bear. Oh, 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 dee, dee, dum, dum, dee, dee, gummy bear. Gummy, gummy, gummy bear. Gummy, 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 gummy bear. Honor to announce that Master Lithan Prince Jr. from LKGA has been selected for appreciation in Kalam's World Record 2025, and he also has been titled as the Indian Book of Record Achiever and Kerala Book of Record Achiever respectively. So I would like to invite our Principal Sister Mini for presenting a trophy as a mark of our appreciation of his effort and our support. Welcome, Sister. Welcome, Lithan. ഏറ്റവും സ്നേഹബഹുമാന്യരായ മാതാപിതാക്കളെ, റെസ്പെക്റ്റഡ് സിസ്റ്റർ മിനി, ടീച്ചേഴ്സ്, ഇന്നത്തെ നമ്മുടെ ഹീറോയിൻസ് ആയിരിക്കുന്ന കുഞ്ഞു കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വെരി വാം ഗുഡ് മോർണിംഗ്. ആദ്യമായി തന്നെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. നമുക്ക് ഒരു സുപ്രഭാതം തന്ന നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തിന്, നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നത് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ നല്ല ദൈവത്തിന് നന്ദിയോടെ ഓർക്കുകയാണ്. ദൈവം കുഞ്ഞുങ്ങളാണ്, ദൈവത്തിന്റെ ഗിഫ്റ്റാണ്, ദൈവം തരുന്ന ഒരു വരദാനമാണ്. എത്രയോ മാതാപിതാക്കളുണ്ട് കുഞ്ഞുങ്ങൾക്കുമായി ആഗ്രഹിക്കുന്നത്, പക്ഷെ നിങ്ങളൊക്കെ ബ്ലെസ്ഡ് ആണ്. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു കുഞ്ഞുങ്ങളെ തന്ന്. നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തിന് എല്ലാ ദിവസവും നന്ദി പറയേണ്ടവരാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ ദിവസം നമ്മുടെ ഈ സെയിന്റ് ചാൾസ് ഫാമിലിയിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒത്തിരി ഏറെ സ്നേഹത്തോടെ, ഏറെ വിശ്വാസത്തോടെ, ഏറെ അഭിമാനത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആശംസിക്കുന്നു, അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഈ വിശ്വാസമുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു നല്ല സ്കൂളിലേക്ക്, നല്ല കൈകളിലേക്കാണ് നിങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത്. ഏറെ സ്വപ്നത്തോടും ഏറെ ആകാംക്ഷകളുടെ കൂടെയൊക്കെയാണ് നിങ്ങളോട് വന്നിരിക്കുന്നത് എനിക്കറിയാം. തീർച്ചയായും നിങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളും സ്വപ്നങ്ങളും ദൈവം സജ്ജീകരിച്ച് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയ കുഞ്ഞുമക്കളെ,
നിങ്ങളാണ് ഈ നിങ്ങളുടെ മാതാപിതാക്കളുടെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ ദേശത്തിന്റെയൊക്കെ ഭാവി. ഞാൻ പട്ടിമറ്റുന്ന സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ നോക്കാൻ വേണ്ടി നമ്മൾ സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. പല കുഞ്ഞുങ്ങൾക്കും അത് ബാധിക്കില്ലായിരുന്നു. കുഞ്ഞിക്കാലത്തിൽ അവർക്ക് മൊബൈൽ കൊടുത്തില്ലായിരുന്നു. പേരൻസ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഉടനെ കുഞ്ഞുങ്ങളത് മേടിക്കും. പക്ഷെ ആ മൊബൈൽ ഒത്തിരി ആ കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചോറ് ഉണ്ണണമെങ്കിൽ അവർക്ക് മൊബൈൽ കാണണം, അല്ലെങ്കിൽ TV കാണണം. പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, നമ്മുടെ കാരണന്മാരോ നമ്മുടെ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ നമ്മൾ ചോറ് കൂട്ടിയത് മൊബൈലിലാണ് ചെല്ലായിരുന്നു. നമുക്ക് അവിടെ അമ്പിളിമാവനുണ്ട്, അല്ലെങ്കിൽ കാക്ക പോകുന്നുണ്ട്, ഒരു പരുന്തിനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. ഇപ്പോൾ അതല്ല സ്ഥിതി. കുഞ്ഞിനെ വേഗം തീറ്റാൻ വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കുന്നു. അതൊക്കെ അവരെ ഒത്തിരി നാശത്തിലേക്കാണ് കൊണ്ടുപോയി ചേർക്കുന്നത്. നിങ്ങളുടെ പരിസ്ഥിതി, നിങ്ങളുടെ എൻവയറമെന്റ് അത് ഒത്തിരി കുഞ്ഞുങ്ങളെ അഫക്റ്റ് ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിലുള്ള സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെയാണ് അവർ ജീവിതത്തിലേക്ക് പകർത്തുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഒത്തിരി സംശയങ്ങളൊക്കെ ഉണ്ടാവും. അവർ വന്ന് ചോദിക്കും, ഇതെന്താ അച്ഛ, ഇതെന്താ അമ്മ. അപ്പോൾ അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ട് മറുപടി പറയണം. ഇന്നത്തെ കാലത്ത് നമ്മുടെ സത്യസന്ധതയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് 3-6 പഠിക്കാനല്ല, റീഡിങ്, റൈറ്റിംഗ്, അരിത്മാറ്റിക്സ് എന്ന് പറഞ്ഞുണ്ട്. പക്ഷെ അതിലും ബിയോണ്ടാണ്, അതിലും കൂടുതലായിട്ടാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. അവരുടെ ജീവിതം എങ്ങോട്ട് പോകും, അവർ നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ മാതൃകാപരമായ ജീവിതം കുഞ്ഞുങ്ങൾക്ക് ഒരു മാതൃകയായി തീർക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് സമയം കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾ ധാരാളമായി കുഞ്ഞുങ്ങളുടെ കൂടെ അവരുടെ സമയം ചിലവഴിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് എല്ലാവരും ജോലിയുള്ളവരാണ്. ജോലിക്ക് വേണ്ടി രാവിലെ പോകണം, വൈകിട്ട് വരുന്നു. വീട്ടിലെ കാര്യങ്ങൾ, പല ഓഫീസിലെ കാര്യങ്ങൾ, ജോലി സ്ഥലത്തെ കാര്യങ്ങൾ, ഇതെല്ലാം ഇരുന്നാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ ബാക്കി വെക്കണം. നല്ല വഴിയിലൂടെ, നന്മയിലൂടെ വളർത്തും. നല്ല കുഞ്ഞുങ്ങളായി, നന്മയുള്ളവരായി അവർക്കും കുടുംബത്തിനും മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളെ നിർത്തുന്നു. Now let's introduce our wonderful teachers. They are hearts and hands who will teach and play with the KG children every day. First for pre-KG, we have Sunita Miss. For LKG A, we have our Miss. For LKG B, we have our own Nanda Miss. Next, I welcome new students to receive a gift. I welcome Principal Sister Mini to hand over the gift. Thank you.
ബഹുമാനപ്പെട്ട സിസ്റ്റർ ഗ്രേസി, സിസ്റ്റർ ഫാത്തിമ, dear parents and my dear teachers and my little ones. So before itself, ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തപ്പോൾ ഞാൻ അല്ലായിരുന്നു, സിസ്റ്റർ മോളി ആയിരുന്നു. ഇപ്പോൾ ഞാൻ പുതിയതാണ് എന്ന് പറയാൻ പറ്റത്തില്ല. സിസ്റ്റർ മോളിക്ക് മുൻപേ 7 വർഷം ഞാൻ തന്നെയാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ. സോ അങ്ങോട്ട് ന്യൂ ടു ദ സ്കൂൾ. പിന്നീട് 6 വർഷത്തിന് ശേഷമാണ് ഒരു മലയാളീസായ പേരൻസിനെ അഡ്രസ് ചെയ്തത്. അതുകൊണ്ട് എന്റെ മലയാളത്തിൽ ഒരു പ്രോബ്ലം ചൊല്ലിട്ടേ. ഓക്കെ, അതിനെക്കുറിച്ച് എക്സ്ക്യൂസ് ചെയ്യുക. നമുക്കറിയാം, ഞാൻ ഇപ്പൊ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന മുമ്പ് ഒരു പ്രിൻസിപ്പൽ സിസ്റ്ററിന്റെ എല്ലാം തൊട്ടടുത്ത ഒരു പ്രിൻസിപ്പൽ സ്റ്റേറ്റസ് കണ്ടു. അതിനകത്ത് നമുക്ക് അറിയാവുന്ന ഒരു പിക്ചറാണ്. സാധാരണ സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എടുത്തതാണ്. ഒരു തെങ്ങ് മരം, അതിനകത്ത് കുറെ തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്, ചക്ക, പഴം, എവറിത്തിങ് ഈസ് തേങ്ങ. അതിന്റെ അണ്ടർഗ്രൗണ്ട് ഒരു ക്യാപ്ഷൻ, എക്സ്പെക്ടേഷൻസ് ഫ്രം ദ പേരൻസ്. ഒരു തെങ്ങിനകത്ത് സാധാരണ തേങ്ങ മാത്രമാണ് കായ്ക്കുന്നത്. പക്ഷേ അതിനകത്ത് വിളഞ്ഞു നിൽക്കുന്നത് എന്താണ്? തേങ്ങ, മാങ്ങ, ചക്ക, പഴം, എവറിത്തിങ് ഈസ് തേങ്ങ. ആൻഡ് ക്യാപ്ഷൻ ഈസ് എക്സ്പെക്ടേഷൻസ് ഫ്രം ദ പേരൻസ്. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിലായിട്ടാണ്. നമുക്കറിയാം, ഒരു വിത്ത് നമ്മൾ നോക്കുമ്പോൾ അതിനുള്ളിൽ ഒരു മരമുണ്ട്, അല്ലെങ്കിൽ ഒരു ചെടിയുണ്ട്. അത് നമ്മൾ വിത്ത് നട്ടതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ അതൊരു സാപ്ലിംഗ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്ലാന്റായി മാറും. അതിനുശേഷം നമ്മൾ നല്ല വളവും വെള്ളവും എല്ലാം ഒഴിച്ചതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അത് ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ കായകളോ ഫലങ്ങളോ എന്തെങ്കിലും തരുന്നത്. ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ കുട്ടികൾ ജസ്റ്റ് ഒരു വിത്താണ്. നിങ്ങൾ അതിനെ ഇവിടെ കൊണ്ട് ഭാഗ്യതേ ഉള്ളൂ. ഇനി അത് നമ്മൾ വെള്ളം ഒഴിക്കണം, പിന്നീട് വളം ഇടണം. സോ ഞാൻ എപ്പോഴും ഒരു സ്കൂളിൽ അവിടെ ഉണ്ടാകും പറയുന്നത്, ഒരു സ്കൂൾ എന്ന് പറയുന്നത് ട്രയാങ്കിൾ മീൻസ് പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. നമ്മൾ ഈ 3 പേരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ഈ നമ്മുടെ കുട്ടികളുടെ പഠനം അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് കുറച്ച് മുന്നോട്ട് പോകുന്നത്. ഞാൻ 4 കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ട്രയാങ്കിളെ പറയുന്നില്ല, പക്ഷേ കുട്ടികളുടെ ഈ പഠനകാലത്ത് നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സ്കൂളിൽ എല്ലാം പഠിക്കുന്നില്ല. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ യു മേ എക്സ്പെക്ട്, ഓക്കെ, എല്ലാം ടീച്ചേഴ്സ് പഠിപ്പിക്കണം, പക്ഷേ ബാലൻസ് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ കൂടിയാണ്. ആ സ്കൂളിൽ നിന്ന് നമ്മൾ ഒരു ഭാഗം മാത്രമേ പഠിക്കുകയുള്ളൂ. എപ്പോഴും ഓർക്കുക, സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിൽ നിന്നും പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ 1 ഭാഗം മാത്രമാണ്. ബാക്കി 2ാമത്തെ ഭാഗം അവിടുത്തെ ഫ്രണ്ട്സ്, പേരൻസ്, നെയ്ബേഴ്സ് അവിടുത്തെ കയ്യിൽ നിന്നാണ് പഠിക്കുന്നത്. 3ാമത്തേത് നമുക്കറിയാം, സൊസൈറ്റി അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് അവർ പഠിക്കുന്നത്. 4ാമത്തേത് അവർ തന്നെയാണ് പഠിക്കേണ്ടത്. അവർ തന്നെയാണ് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ പഠിച്ച് എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ കുട്ടികളെ സ്കൂളിലാക്കുമ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കുറച്ച് കോപ്പറേറ്റ് ചെയ്യുക. പിന്നീട് ജസ്റ്റ് LKG ഉള്ളിൽ pre-KG ആണ്. അതുകൊണ്ട് ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് നെക്സ്റ്റ് ടൈം അത് പഠിക്കാം എന്ന് ഒരു എക്സ്റ്റെൻഡ് ചെയ്യാതെ വെക്കുക. പഠിക്കേണ്ട കാര്യങ്ങൾ ദിവസവും അവരെ പഠിപ്പിക്കുക. ഇവിടെ മേ ബി ഒരു ദിവസം 1 ലെറ്റർ maybe 4 ലെറ്റേഴ്സ് ഉള്ളിൽ അത്രയും മാത്രമേ അത് പഠിപ്പിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത്രയും മാത്രമേ ഹോംവർക്ക് കൊടുക്കുകയുള്ളൂ. സോ അറ്റ്ലീസ്റ്റ് ആ ദിവസങ്ങളിലെ കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പേരൻസ് സേവ് ചെയ്ത് അന്നത്തെ കാര്യങ്ങൾ അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുവാൻ നോക്കുക. അത് ഹാൻഡ് റൈറ്റിംഗ് ആയാലും ശരി, എനിത്തിങ് എൽസ്, മേബി ബൈ ഹാർട്ട് മീൻസ് whatever it is, please see that you make them study the same day itself. പിന്നീട് ടീച്ചേഴ്സിന് നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സെൻഡിങ് ഓൾ ദ ന്യൂസ്, whatever it is, will be sending all the details. Thank you. We extend our sincere gratitude to our principal sister
to everyone.